സുഹൃത്തുക്കളെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള 8 സൂപ്പർ താരങ്ങളെക്കുറിച്ച്. 8 സൂപ്പർ സ്റ്റാറുകളെ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അവരെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത്. നമ്പർ 8 ഡയലോഗ് വീരൻ സുകുമാരൻ. സുകുമാരൻ അക്കാലത്ത് ഡയലോഗ് വീരൻ എന്നിട്ട് അറിയപ്പെടില്ല. നമ്പർ 7 MG സോമൻ. അഭിനയ സാമ്രാട്ട് സോമൻ എന്നാണ് അന്നത്തെ കാലത്ത് സോമനെ വിശേഷിപ്പിക്കൽ. നമ്പർ 6 ആക്ഷൻ ഹീറോ എന്നറിയപ്പെടുന്ന ജയൻ ചേട്ടൻ. നമ്പർ 5 ഒറ്റയാൻ, മലയാള സിനിമയിൽ ഒറ്റയാൻ എന്നറിയപ്പെടുന്ന മതിച്ചേട്ടൻ. അതായത് ഹിന്ദി സിനിമയിലെ രാജ് കപൂറിനെ പോലെയാണ് മലയാളത്തിലെ രാജ് കപൂർ എന്ന് പറയും മതിച്ചേട്ടൻ. നമ്പർ 4 മമ്മൂട്ടിയെ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നെങ്കിലും മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശേഷണം ഇല്ല. മലയാളത്തിൽ ആദ്യമായിട്ട് മമ്മൂട്ടിനെ അങ്ങനെ മെഗാസ്റ്റാർ എന്ന് വിളിച്ച് ഇപ്പോൾ ചിരഞ്ജീവിനെ വിളിക്കുന്നുണ്ട് തെലുങ്കിൽ. എല്ലാം സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. മെഗാസ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ഇല്ല, വെറുതെ അങ്ങനെ എന്തെങ്കിലും വിളിക്കലാണ്. നമ്പർ 4 സൂപ്പർ സ്റ്റാറിൽ നമ്പർ 4 മമ്മൂട്ടി. നമ്പർ 3 മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഫ്ലെക്സിബിൾ ആക്ടർ എന്നും പറയും, കംപ്ലീറ്റ് ആക്ടർ എന്നും പറയലുണ്ട്. ഇനി നമ്പർ 2 അഭിനയ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സത്യം മാഷ്. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് അഭിനയ ചക്രവർത്തി എന്ന് പറയില്ല. നമ്പർ 1 ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പ്രേംനസീർ സാർ. പ്രേംനസീർ സാറിന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നും പറയലുണ്ട്, എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ എന്നും പറയും. ഈ 2 പേരും നസീർ സാറിന് മാത്രം അവകാശപ്പെട്ടാണ് മലയാള സിനിമയിൽ. നമ്പർ 1 ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാർ. ഇവരൊക്കെയാണ് മലയാള സിനിമയിലെ 8 സൂപ്പർ സ്റ്റാറുകൾ. വേറെ മലയാള സിനിമയിൽ ആരും സൂപ്പർ സ്റ്റാറുകളില്ല, വെറുതെ എല്ലാവരും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കൽ മാത്രം. ഓക്കെ.